നമ്മുടെ മിനോക്സിഡിലിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് പേര് DM ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിനിസ്ട്രൈഡിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുക, കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് ബേസിക്കലി ചിലർക്ക് ഫിനിസ്ട്രൈഡ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഫിനിസ്ട്രൈഡും മിനോക്സിഡിലും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. മിനോക്സിഡിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു വാസോ ഡൈലേറ്റർ ആണ്. നമ്മുടെ സ്കാൽപ്പിനകത്തുള്ള ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം അതുവഴിയാണ് നമുക്ക് ഹെയർ ഫോളിക്കിളിനെ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ഫെനിസ്ട്രൈഡ് എന്ന് പറയുന്നത് നമ്മുടെ DHT ബ്ലോക്കേഴ്സ് എന്ന് പറയും. അതുവഴി നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ തിന്നായി അങ്ങനെ ഗ്രോത്ത് സ്റ്റേജ് ഷട്ടാക്കും. അപ്പം അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ഫെനിസ്ട്രൈഡ് ചെയ്യുന്നത്. പിന്നെയുള്ള ചോദിക്കുന്നത് ഫെനിസ്ട്രൈഡും മിനോക്സിഡിലും കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്നവരും കുറച്ചുപേരുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതാണ്. കാരണം ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്ത് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന്റെ ഒരു തിന്നിങ് സ്റ്റേജ് അല്ലെങ്കിൽ ഗ്രോത്ത് ഷട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിനെ സ്കിപ്പ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും കൂടെ കമ്പൈൻഡ് ആയാലും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് തന്നെ കിട്ടും. പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എത്ര നാൾ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പം ബേസിക്കലി ഈ മിനോക്സിഡിൽ അല്ലെങ്കിൽ ഫെനിസ്ട്രൈഡ് എന്നൊക്കെ പറയുന്നത് 6 to 1 year മിനിമം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ സാധാരണ ഒരു ഹെയർ മൾട്ടിവൈറ്റമിൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ന്യൂട്രീഷണൽ കറക്ഷന്റെ പാർട്ടായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു റുട്ടീൻ നമുക്ക് ഒരിക്കലും ഫെനിസ്ട്രൈഡ് അല്ലെങ്കിൽ മിനോക്സിഡിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ലോങ് ടേം ആയിട്ടുള്ള തെറാപ്പിയാണ്, ഹെയറിന്റെ സൈക്ലിക് തെറാപ്പിയാണ്. അത് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. താങ്ക് യു.